ക്രിയേറ്റീവ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വാട്ടർമെലൺ സാലഡ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിലേക്ക് വാട്ടർമെലൺ ചെറുതായി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നാരങ്ങാ നീരാണ്. ഒരു മീഡിയം സൈസ് നാരങ്ങ പിഴിഞ്ഞെടുത്തതാണിത്. കുറച്ച് ബദാം നുറുക്കിയത്. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് കപ്പലണ്ടിയും നമുക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ചീസ് ക്യൂബ്സ് ആണ്. ഇങ്ങനെ തന്നെ വാങ്ങിക്കാൻ കിട്ടും. അല്ല എന്നുണ്ടെങ്കിൽ ചീസ് ബ്ലോക്ക് വാങ്ങിച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതിയാകും. കുറച്ച് പുതിനയില ചെറുതായി മുറിച്ചെടുത്തത്, ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും. ഇനി ഇതിലേക്ക് വേണ്ടത് ഒലീവ് ഓയിലാണ്. ഒലീവ് ഓയിലും കൂടി ചേർക്കുമ്പോഴാണ് നമ്മുടെ സാലഡിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. ഇതിനി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിന് ഞാനൊരു ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കാം. കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 2 ടീസ്പൂൺ ഒലീവ് ഓയിലാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് വാട്ടർമെലൺ ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മിൻറ്റ് ലീവ്സും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന ബദാമാണ്. ചീസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് നേരം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. ഈ സാലഡ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരുപാട് നേരത്തേക്ക് ഇത് ഉണ്ടാക്കി വെക്കരുത്. ഉണ്ടാക്കി ഉടൻ തന്നെ കഴിക്കുന്നതാണ് നല്ലത്. നമ്മുടെ വാട്ടർമെലൺ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.